എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SCERT ഫിസിക്സ് ഭാഗത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വിവിധ PSC പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഒരു ബോക്സ് ആണ് നമുക്കൊന്ന് നോക്കാം. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിൽ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശ വ്യതിയാനത്തിന് കാരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശ വ്യതിയാനത്തിന് കാരണം എന്ന് പറയുന്നത് പ്രകാശ വേഗതയിലുള്ള വ്യത്യാസമാണ്. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ വെച്ച് വായുവിനാണ് ഏറ്റവും കൂടുതൽ പ്രകാശവേഗമുള്ളത്. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെ മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നു. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം കൂടുതലായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലൊരു സ്ട്രോ ചരിച്ചു വെക്കുകയാണെങ്കിൽ ആ സ്ട്രോ ഒടിഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഇതിന് പിന്നിലുള്ള പ്രതിഭാസമാണ് അപവർത്തനം. എന്താണ് അപവർത്തനം എന്ന് നോക്കാം. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം, റിഫ്രാക്ഷൻ. പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം. അപവർത്തനാങ്കത്തെ ഡിനോട്ട് ചെയ്യുന്നത് n എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n=c/v. ശൂന്യതയിലൂടെ ഉള്ള പ്രകാശവേഗമാണ് c, മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം v. ഇനി കുറച്ച് പോയിന്റ്സ് നോക്കാം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി, അപവർത്തനരശ്മി, പതനബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിൽ ആയിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു. മാധ്യമത്തിന്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് നക്ഷത്രത്തിന്റെ മിന്നിത്തിളക്കത്തിന് കാരണം? നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന പ്രകാശകിരണങ്ങൾ പലതവണ ക്രമരഹിത അപവർത്തനത്തിനു ശേഷം കണ്ണിൽ പതിക്കുമ്പോൾ നക്ഷത്രത്തെ ഒരേ സ്ഥാനത്ത് തുടർച്ചയായി കാണാൻ കഴിയുന്നില്ല. ഇതാണ് നക്ഷത്രത്തിന്റെ മിന്നിത്തിളക്കത്തിന് കാരണം. ഇനി നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളിനെ കുറിച്ചും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനത്തെക്കുറിച്ചുമാണ് നോക്കാൻ പോകുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതനകോണാണ് ക്രിട്ടിക്കൽ കോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗ്ലാസ് വായു ജോഡിയിൽ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രി ആണ്. ഇതും പഠിച്ചു വെക്കുക. എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ, ഇമ്പോർട്ടൻ്റ് ആണ്, പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപതിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ജസ്റ്റ് ഉദാഹരണം മാത്രം നോക്കാം. റിഫ്ലക്ടർ, പെരിസ്കോപ്പ്, ഒപ്റ്റിക്കൽ ഫൈബർ. സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ്. രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നതാണ് സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ്. S എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് സ്ഥാനാന്തരത്തിന് സൂചിപ്പിക്കുന്നത്. ദൂരത്തിന്റെ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ തന്നെയാണ് സ്ഥാനാന്തരത്തിന്റെയും യൂണിറ്റ്. എന്താണ് പ്രവേഗം? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം ഒരു സദിശ അളവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് പ്രവേഗത്തിന്റെയും ദിശ. അടുത്തതും ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിന്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. എന്നാൽ പ്രവേഗം കണക്കാക്കാനായി പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ്. എന്താണ് സമപ്രവേഗം? ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ്. വേഗം, ദിശ എന്നിവ മാറിയാൽ പ്രവേഗം മാറും. ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാലും പ്രവേഗത്തിന് മാറ്റം വരും.
വസ്തുവിന്റെ പ്രവേഗത്തിന് മാറ്റമുണ്ടെങ്കിൽ അത് അസമ പ്രവേഗമായിരിക്കും, നോൺ യൂണിഫോം വെലോസിറ്റി. എന്താണ് ത്വരണം, ആക്സിലറേഷൻ? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗമാറ്റത്തിന്റെ അളവ് അഥവാ പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം, ആക്സിലറേഷൻ. ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ സമയം, A = v - u / t. ത്വരണം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ത്വരണം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. പ്രവേഗം കുറഞ്ഞു വരുന്നതിന്റെ നിരക്കാണ് നെഗറ്റീവ് ത്വരണം അഥവാ മന്ദീകരണം, റിട്ടാർഡേഷൻ. ഇതിന്റെ യൂണിറ്റ് m/s² ആണ്. നെഗറ്റീവ് ത്വരണത്തെ പറയുന്ന പേരാണ് മന്ദീകരണം, റിട്ടാർഡേഷൻ. ത്വരണം, ആക്സിലറേഷൻ, മന്ദീകരണം, റിട്ടാർഡേഷൻ ഇവ രണ്ടിന്റെയും യൂണിറ്റ് m/s². എന്താണ് സമത്വരണം, യൂണിഫോം ആക്സിലറേഷൻ? ഒരു വസ്തുവിന്റെ പ്രവേഗമാറ്റത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അത് സമത്വരണത്തിലാണ് എന്ന് പറയാം, യൂണിഫോം ആക്സിലറേഷൻ. നോൺ യൂണിഫോം ആക്സിലറേഷൻ, അസമത്വരണം. ഒരു വസ്തുവിന്റെ പ്രവേഗമാറ്റത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ അത് അസമത്വരണത്തിലാണ്, നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഇവിടെ കൊടുത്തിട്ടുള്ളത് വിവിധ സിംബൽസ് ആണ്. കേരള PSC ഈയിടെയായി സിംബൽസ് ചോദിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തേത് ചുവന്ന വട്ടത്തിലുള്ള ഒരു സൈനാണ്. ഇവയാണ് മാൻഡേറ്ററി സൈനുകൾ, നിർബന്ധമായും പാലിക്കേണ്ടവ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് കോഷനറി സൈനുകൾ, ജാഗ്രതാ സൂചക ചിഹ്നങ്ങൾ. മൂന്നാമത് കൊടുത്തിട്ടുള്ളതാണ് ഇൻഫോർമേറ്ററി സൈനുകൾ, അടിസ്ഥാന വിവര സൂചകങ്ങൾ. മാൻഡേറ്ററി സൈനുകൾ എന്തൊക്കെയാണ് നിർബന്ധമായും പാലിക്കേണ്ടത് എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്ന അടയാളങ്ങളാണ് ഇത്തരം ചിഹ്നത്തിൽ നൽകിയിരിക്കുന്നത്. ഉദാഹരണങ്ങൾ ഇവിടെ കാണാം. കോഷനറി സൈനുകൾ മുന്നോട്ടുള്ള യാത്രയിൽ റോഡിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് ഇത്തരം ചിഹ്നത്തിലൂടെ മനസ്സിലാകുന്നത്. ഇൻഫോർമേറ്ററി സൈനുകൾ വാഹനം ഓടിക്കുന്നയാൾ പോകേണ്ട ദിശ, വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം, മറ്റ് സൗകര്യങ്ങൾ ലഭ്യമായ സ്ഥലം എന്നിവയെല്ലാം ഈ സൈൻ ഉപയോഗിച്ച് മനസ്സിലാക്കാം. റോഡ് മാർക്കിംഗ്, ഈ ചിത്രങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്ക് ഇടയിൽ വസ്തുവിനുണ്ടാവുന്ന സ്ഥാനാന്തരത്തിന്റെ അളവ് ആ സമയ ഇടവേളയിലെ ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ചലന സമവാക്യങ്ങൾ, പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഈ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. v = u + at, s = ut + ½ at², v² = u² + 2as. ഇവിടെ s എന്ന് പറയുന്നത് ദൂരം, vu എന്ന് പറയുന്നത് വേഗം അല്ലെങ്കിൽ പ്രവേഗം, a എന്ന് പറയുന്നത് ത്വരണം, അതുപോലെ t എന്ന് പറയുന്നത് സമയം. എന്താണ് പരിണത ബലം, റിസൾട്ടന്റ് ഫോഴ്സ്? ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലമാണ് പരിണത ബലം, റിസൾട്ടന്റ് ഫോഴ്സ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ, ബാലൻസ്ഡ് ഫോഴ്സസ് എന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ചലന ദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ കഴിയില്ല. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ അസന്തുലിത ബലങ്ങൾ, അൺബാലൻസ്ഡ് ഫോഴ്സസ് എന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ചലന ദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനും കഴിയും. വളരെ സിമ്പിളായിട്ട് പറയാം. സന്തുലിത ബലത്തിന് റെസ്റ്റിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ചലന ദിശയോ വേഗമോ മാറ്റാനോ കഴിയില്ല. അസന്തുലിത ബലമാണെങ്കിൽ അതിന് ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും അതിൻ്റെ ചലന ദിശയെയും വേഗത്തെയും മാറ്റാനും കഴിയും. ഗലീലിയോ ഗലീലി ടെക്സ്റ്റ് ബുക്കിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ദി ലിറ്റിൽ ബാലൻസ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിന്റെ എതിർദിശയിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം. ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നേർരേഖാചലനം നിലനിർത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. എന്താണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. സർ ഐസക് ന്യൂട്ടൺ ഭൂമിയിൽ കാണുന്ന വസ്തുക്കളുടെ ചലനവും ആകാശഗോളങ്ങളുടെ ചലനവും ഒരേ പ്രകൃതി നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്ന് തെളിയിച്ചു.
അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. കാൽക്കുലസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ആദ്യമായി റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് നിർമ്മിച്ചത്. ഈ പോയിന്റ്സ് ഒന്ന് ഓർത്തുവെക്കാം. എന്താണ് ജഡത്വം, ഇനേർഷ്യ? ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം, ഇനേർഷ്യ. എന്താണ് മൊമെന്റം? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ മാസിന്റെയും പ്രവേഗത്തിന്റെയും ഗുണനഫലമാണ് അതിന്റെ മൊമെന്റം. പി എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് മൊമെന്റത്തെ ഡിനോട്ട് ചെയ്യുന്നത്. മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അതുകൊണ്ട് P = m/v എന്ന് പറയാം. മൊമെന്റം ഒരു സദിശ അളവാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മൊമെന്റം ഒരു സദിശ അളവാണ്. പ്രവേഗത്തിന്റെ ദിശയാണ് അതിൻ്റെയും ദിശ. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് ഇൻറ്റു പ്രവേഗത്തിന്റെ യൂണിറ്റ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അതുകൊണ്ട് മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിന് ലഭിച്ച ബലം കൂടുതലാണെങ്കിൽ മൊമെന്റ വ്യത്യാസ നിരക്ക് കൂടുതലായിരിക്കും. ഇത് ആദ്യമായി പ്രസ്താവിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ഇതാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെന്റ വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. മൊമെന്റ വ്യത്യാസം ഉണ്ടാകുന്നത് പരിണത ബലത്തിന്റെ ദിശയിൽ ആയിരിക്കും. എന്താണ് ബലത്തിന്റെ ആവേഗം? വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം. ഈ ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് ബലത്തിന്റെ ആവേഗം. ബലത്തിന്റെ ആവേഗം = ബലം ഇൻറ്റു സമയം, F/t. ബലം ഉണ്ടാക്കുന്ന ആവേഗം Ft = mv - mu. ഒരു ബലത്തിന്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെന്റ വ്യത്യാസവും തുല്യമായിരിക്കും. ഇതാണ് ആവേഗ മൊമെന്റ തത്വം, ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിബലം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. എന്താണ് ബലവും പ്രതിബലവും? ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. രണ്ട് വസ്തുക്കളിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് ബലം ആയും രണ്ടാമത്തെ വസ്തുവിൽ എതിർദിശയിൽ ഉളവാക്കുന്ന ബലം പ്രതിബലം ആയും പരിഗണിക്കാം. ഇവ ജോഡികളായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബലം ഉണ്ടെങ്കിൽ പ്രതിബലവും ഉണ്ടായിരിക്കും. എന്താണ് ഭൂഗുരുത്വാകർഷണ ബലം? എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നു. ഇതിന്റെ ദിശ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ബോക്സാണ്, നമുക്കൊന്ന് നോക്കാം. താണു പത്മനാഭൻ. ജന്മസ്ഥലം തിരുവനന്തപുരം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ BSc-ക്കും MSc-ക്കും ഗോൾഡ് മെഡൽ ജേതാവായിരുന്നു. കോസ്മോളജി, ഗ്രാവിറ്റേഷൻ എന്നീ മേഖലകളിൽ മൗലികമായ സംഭാവനകൾ നൽകി. ന്യൂട്ടന്റെയും ഐൻസ്റ്റൈന്റെയും ഗുരുത്വാകർഷണ സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു മാതൃക അവതരിപ്പിച്ചു. പത്മശ്രീ, കേരള ശാസ്ത്ര പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾക്ക് അദ്ദേഹം അർഹനായി. സാർവിക ഗുരുത്വാകർഷണ നിയമം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പരസ്പര ആകർഷണത്തെക്കുറിച്ച് സമഗ്രമായ ഒരു നിയമം ആദ്യമായി ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ഇതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. സാർവിക ഗുരുത്വാകർഷണ നിയമം. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആണ്. ഭൂഗുരുത്വാകർഷണ ത്വരണം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഭൂഗുരുത്വാകർഷണ ബലത്താൽ വസ്തുക്കൾക്കുണ്ടാവുന്ന ത്വരണം ഭൂഗുരുത്വാകർഷണ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് അറിയപ്പെടുന്നു. ഇത് G എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. വസ്തുവിന്റെ മാസ് സ്മോൾ ലെറ്റർ m, ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ ലെറ്റർ M, ഭൂമിയുടെ ആരം ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പരിഗണിച്ചാൽ ഗുരുത്വാകർഷണ നിയമപ്രകാരം ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം F = G × m × m / r² ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G = G × m / r². ഈ ഒരു ഇക്വേഷനും കൂടെ ഓർത്തു വയ്ക്കാം. രണ്ട് ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്. F = Gmm/r², G = Gm/r². ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ ഏകദേശ മൂല്യം 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ധ്രുവ പ്രദേശത്ത് ജിയുടെ ഏകദേശ മൂല്യം 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ വാല്യൂസ് കാണുമ്പോൾ മനസ്സിലാവും ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ജിയുടെ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും ധ്രുവ പ്രദേശത്തുള്ള ജിയുടെ വാല്യൂ. ഇത് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം. ചന്ദ്രന്റെ മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. M = 7.34 × 10⁻22 കിലോഗ്രാം.
ചന്ദ്രന്റെ ആരം R = 1.74 × 10⁻⁶ മീറ്റർ. ജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, G = gm/r². വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും G = 1.62 m/s². ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ വാല്യൂ G = 1.62 m/s². ഈ വാല്യൂ പഠിക്കണം. G ചന്ദ്രൻ ബൈ G ഭൂമി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും 1/6. അതായത് ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയിലെ ജിയുടെ മൂല്യത്തിന്റെ ഏകദേശം 1/6 ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. തമോഗർത്തം ബ്ലാക്ക് ഹോൾ. പ്രകാശത്തിന് പോലും വിട്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണം ഉള്ള പ്രപഞ്ച വസ്തുക്കളാണ് തമോഗർത്തങ്ങൾ. ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച ആൽബർട്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തമോഗർത്തങ്ങളുടെ സാധ്യതയെക്കുറിച്ച് 1916 പ്രവചിച്ചിരുന്നു. എന്നാൽ ഇവയുടെ സാന്നിധ്യത്തിന്റെ ശരിയായ തെളിവുകൾ ലഭിച്ചത് 2017 ആണ്. M87 എന്ന വിദൂര ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള വലിയ മാസുള്ള തമോഗർത്തത്തിന്റെ നിഴൽ ചിത്രം ശാസ്ത്രജ്ഞർക്ക് സൃഷ്ടിക്കാനായി. നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പടുകൂറ്റൻ തമോഗർത്തത്തെക്കുറിച്ചുള്ള തെളിവുകളും ഇപ്പോൾ ലഭ്യമാണ്. സൂര്യന്റെ പല മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങളുടെ പരിണാമത്തിന്റെ അവസാന ഘട്ടത്തിൽ ചിലത് തമോഗർത്തങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ഇത്തരം ധാരാളം തമോഗർത്തങ്ങൾ ഗാലക്സികളിൽ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. 1 kg വെയിറ്റ്. F = mg എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം 1 കിലോഗ്രാം വെയിറ്റ് = 9.8 ന്യൂട്ടൺ. ഈ വാല്യൂ പഠിച്ചു വെക്കണം. 1 kg വെയിറ്റ് = 9.8 ന്യൂട്ടൺ. മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമൺ ബാലൻസ്. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ബാലൻസ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, തിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് തന്നെ പഠിക്കാം. മാസ് കോമൺ ബാലൻസ്, ഭാരം സ്പ്രിംഗ് ബാലൻസ്. നിർബാധ പതനവും ഭാരമില്ലായ്മയും, ഫ്രീ ഫോൾ ആൻഡ് വെയ്റ്റ്ലെസ്നെസ്. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും. ഇത്തരം ചലനമാണ് നിർബാധ പതനം. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ത്വരണം ഉണ്ട്. ത്വരണത്തിന് ആവശ്യമായ ബലം നൽകുന്നത് ഗുരുത്വാകർഷണമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കുക. എന്താണ് അഭികേന്ദ്ര ത്വരണം? പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഈ ത്വരണത്തിന് ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം, സെൻട്രിപിറ്റൽ ഫോഴ്സ്. എന്താണ് പ്ലവക്ഷമ ബലം, ബോയൻ ഫോഴ്സ്? ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം, ബോയൻ ഫോഴ്സ്. ഒരു വസ്തു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ ഭാരക്കുറവിന് തുല്യമായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ഭാരക്കുറവിന് തുല്യമായിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ബോക്സ് ആണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇസ്രായേലിനും ജോർദാനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പുജല തടാകമാണ് ചാവുകടൽ, ഡെഡ് സീ. കടൽ അല്ലാഞ്ഞിട്ടും വലിപ്പ കൂടുതൽ കൊണ്ടും ഉപ്പിന്റെ അധിക സാന്നിധ്യം കൊണ്ടും കടൽ എന്ന പേര് വന്ന തടാകമാണ് ഇത്. ഇതിൽ സമുദ്രത്തേക്കാൾ ലവണാംശം വളരെ കൂടുതലായതിനാൽ സാധാരണ കടൽ ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സാധാരണ കടൽ ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് ചാവുകടലിൽ ഉള്ള ജലത്തിന്. ഇവിടുത്തെ വൻതോതിലുള്ള ലവണാംശം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വളർച്ചയ്ക്ക് അനുയോജ്യമല്ല. ഈ കാര്യങ്ങളൊന്ന് ഓർത്തുവെക്കുക. ആർക്കിമിഡീസ് തത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഒരു വസ്തു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. പ്ലവന തത്വം, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും. ഇതാണ് പ്ലവന തത്വം. ഹൈഡ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലാക്ടോമീറ്റർ. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. തത്വത്തിൽ ഇതൊരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. പ്രവൃത്തി, വർക്ക്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. പ്രയോഗിച്ച ബലത്തിന്റെയും വസ്തുവിന് ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിന്റെയും ഗുണനഫലമായിരിക്കും പ്രവൃത്തിയുടെ അളവ്.
എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിൽ ഉണ്ടായ സ്ഥാനാന്തരം എസ് മീറ്റർ ആണെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആണെങ്കിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ബലത്തിന്റെ യൂണിറ്റ് ഇൻറ്റു സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ആയിരിക്കും. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ന്യൂട്ടൺ മീറ്റർ. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ഇത് എസ് ഐ യൂണിറ്റിൽ ജൂൾ എന്ന് അറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് ജൂൾ. ജെയിംസ് പ്രസ്കോട്ട് ജൂളിനോടുള്ള ആദര സൂചകമായാണ് ഈ പേര് നൽകിയത്. ഒരു ന്യൂട്ടൺ ബലത്തിന് വിധേയമായി ഒരു വസ്തുവിനെ തിരശ്ചീനമായ പ്രതലത്തിലൂടെ ബലത്തിന്റെ ദിശയിൽ 1 മീറ്റർ ദൂരം ചലിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആണ്. ബലം എഫ് ഈക്വൽ ടു 1 ന്യൂട്ടൺ, സ്ഥാനാന്തരം എസ് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആണ്. 1 ഇൻറ്റു 1 ഈക്വൽ ടു 1 ജൂൾ. പ്രവൃത്തി 1 ജൂൾ. ഒരു വസ്തുവിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് 1 ജൂൾ ആണ്. ജെയിംസ് പ്രസ്കോട്ട് ജൂൾ. ജന്മരാജ്യം ഇംഗ്ലണ്ട്. പ്രധാന സംഭാവനകളും നേട്ടങ്ങളും. താപവുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളെക്കുറിച്ച് മൗലിക ഗവേഷണങ്ങൾ നടത്തി. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവുമായി ബന്ധപ്പെട്ട സമവാക്യം കണ്ടെത്തി. യാന്ത്രികോർജം, താപോർജം എന്നിവയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താപഗതിക സിദ്ധാന്തം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 1850 റോയൽ സൊസൈറ്റിയിലെ ഫെല്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തുവെക്കാം. വസ്തുക്കളെ ഉയർത്തുന്ന സന്ദർഭത്തിൽ ഗുരുത്വാകർഷണത്തിന് എതിരായി ചെയ്ത പ്രവൃത്തി ഡബ്ല്യു ഈക്വൽ ടു എം ജി എച്ച്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചതുമൂലം വസ്തുവിന് ബലത്തിന്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നതെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിന്റെ എതിർദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നതെങ്കിൽ ഈ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി നെഗറ്റീവാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന്റെ എസ് ഐ യൂണിറ്റ് ജൂൾ ആണ്. ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഊർജത്തിന്റെ അളവ് സൂചിപ്പിക്കുമ്പോൾ കിലോ കലോറി എന്ന യൂണിറ്റും ഉപയോഗിക്കുന്നു. 1 കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ ആണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 1 കിലോ കലോറി ഈക്വൽ ടു 4200 ജൂൾ. 1 കിലോ കലോറി ഈക്വൽ ടു 1000 കലോറി. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തുവെക്കാം. യാന്ത്രികോർജം, മെക്കാനിക്കൽ എനർജി. വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജം. യാന്ത്രികോർജത്തെ 2 ആയിട്ട് തിരിക്കാം: സ്ഥിതികോർജം, ഗതികോർജം. എന്താണ് സ്ഥിതികോർജം? വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. സ്ഥിതികോർജം 2 തരത്തിലുണ്ട്: സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം, കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജം. ഗതികോർജം, കൈനറ്റിക് എനർജി. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം, കൈനറ്റിക് എനർജി. ഇത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. യാന്ത്രികോർജത്തെ 2 ആയിട്ട് തിരിക്കാം: സ്ഥിതികോർജം, ഗതികോർജം. സ്ഥിതികോർജത്തെ വീണ്ടും 2 ആയിട്ട് തിരിക്കാം: സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം MGH, കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജം. എന്താണ് ഊർജ സംരക്ഷണ നിയമം? ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജത്തെ ഊർജനഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റ് ഊർജ രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. എന്താണ് പവർ? യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ, അഥവാ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ. പവർ കാണാനുള്ള ഇക്വേഷനാണ് പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയം. P = W/T. ജെയിംസ് വാട്ടിന്റെ സ്മരണാർത്ഥം പവറിന്റെ SI യൂണിറ്റ് വാട്ട് എന്ന് അറിയപ്പെടുന്നു. ഇതിന്റെ സൂചകം W ആണ്. ഉയർന്ന അളവുകൾ പ്രതിപാദിക്കുമ്പോൾ കിലോ വാട്ട്, മെഗാവാട്ട് എന്നിവയും ഉപയോഗിക്കാറുണ്ട്. 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. 1 മെഗാവാട്ട് 10⁶ വാട്ട്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തി HP-യിലും സൂചിപ്പിക്കാറുണ്ട്. 1 ഹോഴ്സ് പവർ = 746 വാട്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റർ. വൈദ്യുതോർജ്ജം സംഭരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കാനും ഉപയോഗിക്കുന്ന ഘടകമാണ് കപ്പാസിറ്റർ. പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് രേഖപ്പെടുത്തിയ ടെർമിനലുകൾ ഉള്ള കപ്പാസിറ്ററിന്റെ ടെർമിനലുകളെ യഥാക്രമം ഒരു സെല്ലിന്റെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുമായി അല്പസമയം ബന്ധിപ്പിച്ചാൽ
കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും. എന്താണ് പൊട്ടൻഷ്യൽ? ഒരു വൈദ്യുത മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന യൂണിറ്റ് ചാർജിൽ ഉള്ള സ്ഥിതികോർജ്ജമാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അഥവാ പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം, പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവാണ് അവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരു വൈദ്യുത സർക്യൂട്ടിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഊർജ്ജ സ്രോതസ്സിനെ വൈദ്യുത സ്രോതസ് എന്നാണ് പറയുന്നത്. ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു കൂളോം വൈദ്യുത ചാർജ് എത്തിക്കുവാൻ ചെയ്യുന്ന പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം V കാണാനുള്ള ഇക്വേഷൻ പ്രവൃത്തി ഡിവൈഡഡ് ബൈ ചാർജ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ഈക്വൽ ടു പ്രവൃത്തിയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ചാർജിന്റെ യൂണിറ്റ്, ജൂൾ പെർ കൂളോം. ഇത് വോൾട്ട് എന്ന് അറിയപ്പെടുന്നു. അലസാൻഡ്രോ വോൾട്ട എന്ന ശാസ്ത്രജ്ഞനോടുള്ള ആദര സൂചകമായാണ് ഈ പേര് നൽകപ്പെട്ടത്. EMFന്റെ സ്രോതസ്സും ഊർജ്ജമാറ്റവും. ടോർച്ച് സെൽ അല്ലെങ്കിൽ ഡ്രൈ സെൽ രാസോർജം വൈദ്യുത ഊർജ്ജമായി മാറുന്നു. ജനറേറ്റർ യാന്ത്രികോർജം വൈദ്യുത ഊർജ്ജമായി മാറുന്നു. ശ്രേണി രീതിയിൽ സെല്ലുകളെ ക്രമീകരിച്ചാൽ ലഭിക്കുന്ന ആകെ EMF സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. വൈദ്യുത പ്രവാഹ തീവ്രത, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണ് വൈദ്യുത പ്രവാഹം. യൂണിറ്റ് സമയത്തിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവിനെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ കറന്റ് എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രതയെ സൂചിപ്പിക്കാൻ I എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. ഒരു സർക്യൂട്ടിലൂടെ T സമയം കൊണ്ട് Q ചാർജ് ഒഴുകിയെങ്കിൽ 1 സെക്കൻഡിൽ ഒഴുകിയ ചാർജ് എത്രയായിരിക്കും? 1 സെക്കൻഡിൽ ഒഴുകിയ ചാർജ് കണ്ടുപിടിക്കാൻ Qവിനെ T കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനെയാണ് I എന്ന് പറയുന്നത്, കറന്റ്. കറന്റിന്റെ യൂണിറ്റ് ഈക്വൽ ടു ചാർജിന്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സമയത്തിന്റെ യൂണിറ്റ്. കറന്റിന്റെ യൂണിറ്റ് കൂളോം പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇത് ആംബിയർ എന്ന് അറിയപ്പെടുന്നു. ചെറിയ യൂണിറ്റുകളാണ് മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ എന്നിവ. ഒരു ആംബിയർ എന്ന് പറയുന്നത് 1000 മില്ലി ആംബിയർ ആണ്. അതുപോലെ 1 മില്ലി ആംബിയർ എന്ന് പറയുന്നത് 1000 മൈക്രോ ആംബിയർ ആണ്. ക്ലാമ്പ് അമീറ്റർ സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് അളക്കാൻ സഹായിക്കുന്നു. ഗാർഹിക വൈദ്യുത സർക്യൂട്ടായും മറ്റും ബന്ധപ്പെട്ട ഉയർന്ന വൈദ്യുത പ്രവാഹം അളക്കുന്നതിനാണ് ക്ലാമ്പ് അമീറ്റർ ഉപയോഗിക്കുന്നത്. വൈദ്യുത പ്രവാഹം ഉളവാക്കുന്ന കാന്തിക മണ്ഡലം ഉപയോഗപ്പെടുത്തിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ബോക്സാണ്, നമുക്കൊന്ന് നോക്കാം. ജീവികളിലും വൈദ്യുതി. നമ്മുടെ ശരീരത്തിലെ തലച്ചോറ്, ഹൃദയം എന്നീ അവയവങ്ങളിൽ വൈദ്യുത സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. തലച്ചോറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വൈദ്യുത സിഗ്നലുകൾ ആയാണ് നാഡികളിലൂടെ സഞ്ചരിക്കുന്നത്. ഹൃദയത്തിലെ സൈനസ് നോഡുകൾ എന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത സിഗ്നലുകൾ അനുസരിച്ചാണ് ഹൃദയമിടിപ്പിന്റെ നിരക്ക് നിലനിൽക്കുന്നത്. ഇലക്ട്രിക് ഈൽ എന്ന കടൽ മത്സ്യം ഏകദേശം 600 വോൾട്ടുള്ള വൈദ്യുത സിഗ്നൽ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ജീവിയാണ്. ഇതുപയോഗിച്ചാണ് ഇവ ഇരപിടിക്കുന്നത്. വൈദ്യുത സർക്യൂട്ടിലെ ചില ഘടകങ്ങളും അവയുടെ പ്രതീകങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കി വയ്ക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രതിരോധത്തെക്കുറിച്ചാണ്, റെസിസ്റ്റൻസ്. കറന്റ് കൂടുന്നതിന് അനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസവും കൂടുന്നു. അതുപോലെ V/I എന്നത് ഒരു സ്ഥിരസംഖ്യ ആണ്. കറന്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുന്നു എന്ന് പറയുമ്പോൾ I പ്രപ്പോർഷണൽ ടു V എന്ന് പറയാം, അല്ലെങ്കിൽ V പ്രപ്പോർഷണൽ ടു I. V/I ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഈ സ്ഥിരസംഖ്യ സർക്യൂട്ടിലെ പ്രതിരോധത്തിന് തുല്യമായിരിക്കും. ഇത് ക്യാപിറ്റൽ ലെറ്റർ R എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. R ഈക്വൽ ടു V/I. ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തെ എതിർക്കുവാനുള്ള ചാലകത്തിന്റെ സവിശേഷതയാണ് പ്രതിരോധം, റെസിസ്റ്റൻസ്. ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസവും കറന്റും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ജോർജ് സൈമൺ ഓം എന്ന ശാസ്ത്രജ്ഞനാണ്. താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറന്റ് അതിന്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. ഇത് ഓം നിയമം എന്ന് അറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്രതിരോധം R ഈക്വൽ ടു V/I. പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ കറണ്ടിന്റെ യൂണിറ്റ് ഈക്വൽ ടു വോൾട്ട് പെർ ആംബിയർ. പ്രതിരോധത്തിന്റെ യൂണിറ്റായ വോൾട്ട് പെർ ആംബിയർ എന്നത് ഓം എന്ന് അറിയപ്പെടുന്നു. ഉയർന്ന യൂണിറ്റുകളായ കിലോ ഓം, മെഗാ ഓം എന്നിവയും ഉപയോഗിക്കാറുണ്ട്. 1 കിലോ ഓം ഈക്വൽ ടു 1000 ഓം, 1 മെഗാ ഓം ഈക്വൽ ടു 10⁻⁶ ഓം, അല്ലെങ്കിൽ 1000 കിലോ ഓം. ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാവുമ്പോൾ ചാലകത്തിലെ സ്വതന്ത്ര ഇലക്ട്രോണുകളും ആറ്റങ്ങളും തമ്മിലുണ്ടാകുന്ന കൂട്ടിമുട്ടലുകളാണ് പ്രതിരോധത്തിന് കാരണം. പ്രതിരോധകം ഒരു നിശ്ചിത പ്രതിരോധം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകങ്ങളെ
പ്രതിരോധകം അഥവാ റെസിസ്റ്റർ എന്ന് വിളിക്കുന്നു. ചാലകങ്ങളുടെ പ്രതിരോധം നേരിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൾട്ടിമീറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ് മൾട്ടിമീറ്റർ, പ്രതിരോധം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം, കറണ്ട് എന്നിവയും അളക്കാവുന്നതാണ്. അതിചാലകത, സൂപ്പർ കണ്ടക്ടിവിറ്റി. വളരെ കുറഞ്ഞ താപനിലയിൽ ചില ലോഹങ്ങളും സംയുക്തങ്ങളും വൈദ്യുത പ്രതിരോധം തീരെ ഇല്ലാത്ത അവസ്ഥ പ്രകടിപ്പിക്കാറുണ്ട് എന്ന് 1911 കണ്ടെത്തുകയുണ്ടായി. ഇത്തരം പദാർത്ഥങ്ങളാണ് അതിചാലകങ്ങൾ, സൂപ്പർ കണ്ടക്ടേഴ്സ്. അതിചാലകങ്ങളിലൂടെ ഊർജ്ജ നഷ്ടമില്ലാതെ വൈദ്യുത പ്രവാഹം സാധ്യമാവുന്നു. ഇനി നമ്മൾ ശബ്ദത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാവുന്നത്. ശബ്ദമുണ്ടാക്കുന്ന വസ്തുക്കളാണ് ശബ്ദ സ്രോതസ്സുകൾ. ഉദാഹരണം ട്യൂണിംഗ് ഫോർക്ക്, സംഗീത ഉപകരണങ്ങൾ. ശബ്ദത്തിന് വാതകങ്ങളിലൂടെ മാത്രമല്ല ദ്രാവകങ്ങളിലൂടെയും ഖരവസ്തുക്കളിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും. ശബ്ദപ്രേഷണത്തിന് മാധ്യമം ആവശ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. പാമ്പ് ഇരപിടിക്കാനും ആത്മരക്ഷയ്ക്കുമായി തറയിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. ഡോൾഫിൻ, തിമിംഗലങ്ങൾ തുടങ്ങിയ ജലജീവികൾ ആശയവിനിമയത്തിന് കടൽ ജലത്തിലൂടെയുള്ള ശബ്ദപ്രേഷണം ഉപയോഗപ്പെടുത്തുന്നു. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാ മാധ്യമങ്ങളിലൂടെയും ഒരേ വേഗത്തിലല്ല ശബ്ദം സഞ്ചരിക്കുന്നത്. ഖര പദാർത്ഥങ്ങളിലൂടെയാണ് ശബ്ദം വേഗത്തിൽ സഞ്ചരിക്കുന്നത്. മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുമ്പോൾ അവയിലൂടെയുള്ള ശബ്ദവേഗത്തിനും വ്യത്യാസമുണ്ടാവുന്നു. താപനില കൂടുമ്പോൾ ശബ്ദവേഗം കൂടുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഒരു ബോക്സാണ് ഹെലൻ കെല്ലർ. മാനവരാശിക്ക് മുഴുവൻ അതിജീവനത്തിന്റെ അദ്ഭുത വിളക്കായി മാറിയ പ്രതിഭയാണ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറുടെ ആത്മകഥയാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ഓർത്തുവയ്ക്കുക. എന്താണ് സംഗീതവും ഒച്ചയും തമ്മിലുള്ള വ്യത്യാസം? ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദത്തെ സംഗീതം എന്നും, ക്രമരഹിതമായ കമ്പനം കൊണ്ട് ഉണ്ടാകുന്നതും അരോചകമായതും ആയ ശബ്ദത്തെ ഒച്ച എന്നും പറയുന്നു. ഓസിലേഷനുമായി ബന്ധപ്പെട്ട ചില ടേംസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആയതി, ആംപ്ലിറ്റ്യൂഡ്. ആയതി സ്മോൾ ലെറ്റർ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ. എന്താണ് പീരിയഡ്? ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരിയഡ് എന്ന് പറയുന്നു. ഇത് ക്യാപിറ്റൽ T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരിയഡ് അളക്കുന്നത് സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി, ഫ്രീക്വൻസി. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹേർട്സ്. ആവൃത്തി സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ F എന്ന അക്ഷരം കൊണ്ടാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. പീരിയഡും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് ക്യാപിറ്റൽ T. ഒരു സെക്കൻഡിലുണ്ടായ ദോലനങ്ങളുടെ എണ്ണമാണ് സ്മോൾ ലെറ്റർ F. അങ്ങനെയാണെങ്കിൽ ആവൃത്തി F എന്ന് പറയുന്നത് 1/, പീരിയഡ് ആണ്. പീരിയഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. 1 കിലോ ഹെർട്സ് എന്ന് പറയുന്നത് 10⁻³ ഹെർട്സ് ആണ്, അതായത് 1000 ഹെർട്സ്. 1 മെഗാ ഹെർട്സ് എന്ന് പറയുന്നത് 10⁻6 ഹെർട്സ്. സ്വാഭാവിക ആവൃത്തി, നേച്ചുറൽ ഫ്രീക്വൻസി. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി, നേച്ചുറൽ ഫ്രീക്വൻസി. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: വസ്തുവിൻ്റെ നീളം, വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിന്റെ സ്വഭാവം. എന്താണ് പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ? കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. അനുനാദം എന്ന് പറയുന്നത് റെസൊനൻസ്. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ: MRI സ്കാനിങ്ങിൽ, റേഡിയോ ട്യൂണിങ്ങിന്, ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീത ഉപകരണങ്ങളിൽ, ശരീരത്തിലെ ചെറിയ ശബ്ദങ്ങൾ ശ്രവിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പിൽ ശബ്ദത്തിന്റെ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. മെഗാഫോൺ, ഹോൺ, സംഗീത ഉപകരണങ്ങളായ ട്രംപെറ്റ്സ്, നാഗസ്വരം തുടങ്ങിയ ഉപകരണങ്ങളിൽ. വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണങ്ങൾ, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ആണ്. ഇവയുടെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇവയുടെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ല. യാന്ത്രിക തരംഗങ്ങൾ, മെക്കാനിക്കൽ വേവ്സ്.
പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായും രണ്ട് വിധമുണ്ട്: അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അനുദൈർഘ്യ തരംഗങ്ങൾ, ലോങ്ജിറ്റ്യൂഡിനൽ വേവ്സ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. അനുപ്രസ്ഥ തരംഗങ്ങൾ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. തരംഗങ്ങളുടെ സവിശേഷതകൾ: ആയതി, ആവൃത്തി, പീരിയഡ്, തരംഗദൈർഘ്യം, തരംഗവേഗം എന്നിവ. എന്താണ് ഒരു സൈക്കിൾ? തരംഗചലനത്തിൽ ഒരു കണികയുടെ പൂർണ്ണമായ ഒരു ദോലനമാണ് ഒരു സൈക്കിൾ. ഒരു സൈക്കിളിനെ എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ളത് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്യാം. ആവൃത്തി. ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നുപോകുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് തരംഗത്തിന്റെ ആവൃത്തി. തരംഗദൈർഘ്യം, വേവ് ലെങ്ത്. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ടു കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം. ഇത് മാധ്യമത്തിലെ ഓരോ കണികയും ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണ്. അടുത്തടുത്ത രണ്ട് ശൃംഗങ്ങൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലവും അനുപ്രസ്ഥ തരംഗത്തിന്റെ തരംഗദൈർഘ്യമായി കണക്കാക്കാം. തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കുന്നു. തരംഗദൈർഘ്യത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലോ ഉള്ള അകലം അനുദൈർഘ്യ തരംഗത്തിന്റെ തരംഗദൈർഘ്യമായി കണക്കാക്കാം. തരംഗവേഗം, സ്പീഡ് ഓഫ് വേവ്. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. തരംഗവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിന്റെ ആവൃത്തി തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. F പ്രപ്പോർഷണൽ ടു 1/λ. ഈ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കാം. തരംഗവേഗം, ആവൃത്തി, തരംഗദൈർഘ്യം എന്നിവ തമ്മിലുള്ള ബന്ധം. ആവൃത്തിയുടെയും തരംഗദൈർഘ്യത്തിന്റെയും ഗുണന ഫലമായിരിക്കും തരംഗവേഗം. തരംഗവേഗം ഈക്വൽ ടു ആവൃത്തി ഇൻറ്റു തരംഗദൈർഘ്യം. V ഈക്വൽ ടു F ഇൻറ്റു ലാംഡ. ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം, പ്രോബ്ലംസ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. ശബ്ദത്തിന്റെ പ്രതിപതനം, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. മിനുസമുള്ള പ്രതലങ്ങൾ പരുപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിഫലിപ്പിക്കും. പ്രതിധ്വനി, എക്കോ. അടച്ചിട്ടിരിക്കുന്നതും ഒഴിഞ്ഞു കിടക്കുന്നതുമായ വലിയ ഹാളിനുള്ളിൽ ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴും വലിയ മലകളുടെ അകലെ നിന്ന് ഉച്ചത്തിൽ വിളിക്കുകയോ കൈകൊട്ടുകയോ ചെയ്യുമ്പോഴും അല്പ സമയത്തിനു ശേഷം അതേ ശബ്ദം വീണ്ടും കേൾക്കാൻ കഴിയും. പ്രതിധ്വനി എന്ന പ്രതിഭാസം മൂലമാണ് ഇത് സാധ്യമാവുന്നത്. ആദ്യ ശബ്ദം ശ്രവിച്ചതിനു ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി. അനുരണനം, റിവർബറേഷൻ. കർണാടകത്തിലെ ബീജാപൂരിലുള്ള ഗോൽ ഗുംബസ് എന്ന മർമര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗ്യാലറിക്കുള്ളിൽ മുഴുവൻ ആവർത്തിച്ചു കേൾക്കാം. ശബ്ദ തരംഗങ്ങൾ ഗോളാകൃതിയിലുള്ള ചുവരുകളിൽ ആവർത്തന പ്രതിപതനത്തിന് വിധേയമാകുന്നത് മൂലം ഉണ്ടാകുന്ന മുഴക്കമാണ് ഇതിന് കാരണം. ഒരു ശബ്ദം ഉണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണ് അനുരണനം. നായകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിന്റെ ആവൃത്തി ഏകദേശം 3000 ഹെർട്സ് ആണ്. ആവൃത്തി കൂടിയതും കുറഞ്ഞതുമായ ശബ്ദങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ എല്ലാ ആവൃത്തിയിലും ഉള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിക്ക് പരിധിയുണ്ട്. സാധാരണ കേൾവിശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി 20 ഹെർട്സും കൂടിയ പരിധി ഏകദേശം 20,000 ഹെർട്സുമാണ്. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക്. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക്. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി വവ്വാലുകൾക്ക് ഇരുട്ടിലും സുഗമമായി സഞ്ചരിക്കാനും ഇരപിടിക്കാനും സാധിക്കും. അൾട്രാസോണിക് തരംഗങ്ങൾ ധാരാളം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു. സീസ്മിക് തരംഗങ്ങളും സുനാമിയും. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻ സ്ഫോടനങ്ങൾ എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങൾ. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഭൂകമ്പത്തിന്റെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിലിൽ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലോ തീരപ്രദേശങ്ങളിലോ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ചിലപ്പോൾ സുനാമി തിരകൾക്ക് കാരണമാവാം. കടലിലെയും മറ്റും ജലത്തിന് വൻതോതിൽ സ്ഥാന ചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത്. ലെൻസ്. അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് ലെൻസ്.
ലെൻസുമായി ബന്ധപ്പെട്ട പദങ്ങൾ. പ്രകാശിക കേന്ദ്രം ഒപ്റ്റിക് സെന്റർ. ലെൻസിന്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. ചിത്രത്തിൽ O എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് പ്രകാശിക കേന്ദ്രമാണ്. വക്രതാ കേന്ദ്രങ്ങൾ സെന്റേഴ്സ് ഓഫ് കർവേച്ചർ. ലെൻസിന്റെ ഓരോ അപവർത്തന പ്രതലവും ഗോളത്തിന്റെ ഭാഗമാണ്. ഈ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രങ്ങൾ. പ്രകാശിക അക്ഷം ഒപ്റ്റിക് ആക്സിസ്. ലെൻസിന്റെ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നുപോകുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം. അപ്പേർച്ചർ. ലെൻസിലൂടെ പ്രകാശം കടന്നുപോകുന്ന ഭാഗത്തിന്റെ പരപ്പളവാണ് അപ്പേർച്ചർ. കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമീപത്തുകൂടി സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിനു ശേഷം ലെൻസിന്റെ മറുവശത്ത് പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ സംവ്രജിക്കുന്നു, കൺവേർജ് ചെയ്യുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് F. ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത്. ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം F. കോൺകേവ് ലെൻസിന്റെ കേസിൽ അപവർത്തന രശ്മികൾ ഒരു ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. കോൺകേവ് ലെൻസ് പ്രകാശരശ്മികളെ വിവ്രജിക്കുന്നു, ഡൈവേർജ് ചെയ്യുന്നു. എന്താണ് റിയൽ ഇമേജസ്? സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാ പ്രതിബിംബങ്ങൾ, വിർച്വൽ ഇമേജസ്. ലെൻസ് സമവാക്യം 1/f = 1/v - 1/u. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. F എന്ന് പറയുന്നത് ഫോക്കസ് ദൂരം, U വസ്തുവിലേക്കുള്ള ദൂരം, V പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. ആവർത്തനം, മാഗ്നിഫിക്കേഷൻ. ഇമേജിന്റെ ഉയരവും ഓബ്ജക്റ്റിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതത്തിനെയാണ് ആവർത്തനം എന്ന് പറയുന്നത്. ഇതിന് യൂണിറ്റ് ഇല്ല. M = hi/ho = v/u. hi ഹൈറ്റ് ഓഫ് ഇമേജ്, ho ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ്. M പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് നിവർന്നതാണെന്നും M നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് തല കീഴായത് ആണെന്നും പറയാം. ലെൻസിന്റെ പവർ. ഫോക്കസ് ദൂരത്തിന്റെ വ്യുൽക്രമത്തെ പവർ എന്ന് പറയുന്നു. ഫോക്കസ് ദൂരം കുറഞ്ഞ ലെൻസിന്റെ പവർ കൂടുതലായിരിക്കും. പവർ P = 1/f. പവറിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ 2 പാർട്സ് ആണ് ഒബ്ജക്റ്റീവും ഐപീസും. ഒബ്ജക്റ്റീവ് നിരീക്ഷിക്കേണ്ട വസ്തുവിന് അടുത്ത് വെക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ്. ഐപീസ് ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തെ ഏത് ലെൻസിലൂടെയാണോ നിരീക്ഷിക്കുന്നത് ആ ലെൻസാണ് ഐപീസ്. ഐപീസിന്റെ ഫോക്കസ് ദൂരം ഒബ്ജക്റ്റീവിനേക്കാൾ കൂടുതലായിരിക്കും. സമന്വിത പ്രകാശം, കോമ്പോസിറ്റ് ലൈറ്റ്. വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടാവുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം. ഒരു സമന്വിത പ്രകാശം ഘടക വർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. റെയിൻബോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റാണ്. സൂര്യന്റെ എതിർ ദിശയിലാണ് എപ്പോഴും മഴവില്ല് ഉണ്ടാവുന്നത്. വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ ക്രമമായ വിതരണത്തെ വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് വിളിക്കുന്നു. ചുവപ്പ്, പച്ച, നീല എന്നിവ ഉപയോഗിച്ച് ധവളപ്രകാശം മാത്രമല്ല മറ്റെല്ലാ വർണ്ണപ്രകാശവും ഉണ്ടാക്കാം. അതിനാൽ ഈ വർണ്ണങ്ങളെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു. ഏതെങ്കിലും 2 പ്രാഥമിക വർണ്ണപ്രകാശങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണപ്രകാശമാണ് ദ്വിതീയ വർണ്ണം, സെക്കൻഡറി കളർ. വീക്ഷണ സ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്നും മാറ്റിയാലും അതിൻ്റെ അനുഭവം ഏകദേശം 1/16 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കും. ഈ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. വിസരണം, സ്കാറ്ററിംഗ്. മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി പ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാ വ്യതിയാനമാണ് വിസരണം. ടിൻഡൽ പ്രഭാവം. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നുപോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. അതിനാൽ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാവുന്നു. ഇതാണ് ടിൻഡാൽ എഫക്റ്റ്. കണികകളുടെ വലുപ്പം കൂടുമ്പോൾ വിസരണ തീവ്രത കൂടുന്നു. സൂര്യപ്രകാശം അന്തരീക്ഷ വായുവിലൂടെ സഞ്ചരിച്ചാണ് ഭൂമിയിലെത്തുന്നത്. അപ്പോൾ പ്രകാശത്തിന്റെ ഒരു ഭാഗം വിസരണത്തിന് വിധേയമാകുന്നു. വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങളായ വയലറ്റ്, ഇൻഡിഗോ, നീല എന്നിവയ്ക്ക് ആയിരിക്കും. ഈ വിസരിത പ്രകാശമാണ് ആകാശത്ത് വ്യാപിക്കുന്നത്. നിരീക്ഷകന്റെ കണ്ണിലെത്തുന്ന പരിണത വിസരിത പ്രകാശം നീലവർണ്ണത്തിന്റെ ഫലം നൽകുന്നതുകൊണ്ട് ആകാശം നീല നിറത്തിൽ കാണുന്നു. കണ്ണിന്റെ സമഞ്ജന ക്ഷമത, പവർ ഓഫ് അക്കോമഡേഷൻ. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവാണ്
കണ്ണിന്റെ സമഞ്ജനക്ഷമത, പവർ ഓഫ് അക്കോമഡേഷൻ. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവാണ് നിയർ പോയിന്റ്. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ ആണ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. ഈ ദൂരം അനന്തതയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ മയോപ്പിയ. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിലും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. കണ്ണിന്റെ ഈ ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി. ദീർഘദൃഷ്ടി, ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. ചിലർക്ക് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിലും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. കണ്ണിന്റെ ഈ ന്യൂനതയാണ് ദീർഘദൃഷ്ടി. പ്രസ് ബയോപ്പിയ, വെള്ളെഴുത്ത്. പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെന്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കും. ഇതിന് കാരണം സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ്. അതായത് അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും. ഇതാണ് വെള്ളെഴുത്ത്.